തിരുവനന്തപുരം കല്ലമ്പലത്ത് നിരീക്ഷണ ക്യാമറകൾ വകവയ്ക്കാതെ തസ്കര വീരന്മാർ വിലസുന്നു. കല്ലമ്പലം ചേന്നങ്കോട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നിരീക്ഷണ ക്യാമറകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കള്ളൻ മോഷണ പരമ്പര തന്നെ നടത്തുന്നത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി രാത്രി 1 മണിയോടുകൂടിയാണ് കള്ളൻ ക്ഷേത്ര കാമ്പൗണ്ടിൽ കടക്കുന്നത്. നാലമ്പലത്തിനുള്ളിലെ മേൽക്കൂരയായ ഇരുമ്പ് കമ്പികൾ അറുത്തുമാറ്റി കയറിൽ തൂങ്ങിയിറങ്ങിയാണ് ക്ഷേത്രത്തിനുള്ളിൽ കള്ളൻ എത്തിയത്. അതിനുശേഷം സ്റ്റൂളിൽ കയറി നിന്ന് തൂങ്ങിയിറങ്ങിയ കയർ അഴിച്ചു മാറ്റുകയും പുറത്തേക്കുള്ള വാതിൽ തുറന്നിടുകയുമായിരുന്നു കള്ളന്റെ അടുത്ത നീക്കം. തുടർന്ന് വലിയ സോപാനം കാണിക്കവഞ്ചി വലിച്ചു നീക്കിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ വെളിയിലെത്തിച്ച് കാണിക്കവഞ്ചിയുടെ പൂട്ടടിച്ചു തകർത്ത് വലിയ തോതിലുണ്ടായിരുന്ന പണം മോഷ്ടിച്ചെടുക്കുകയായിരുന്നു. ഏകദേശം 20,000-ത്തിലധികം രൂപയുണ്ടാകുമെന്ന് ക്ഷേത്ര ജീവനക്കാർ പറഞ്ഞു. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിക്കുന്നത് മുതലുള്ള കള്ളന്റെ എല്ലാ പ്രവൃത്തികളും ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമായി സ്ഥാപിച്ചിട്ടുള്ള 6ഓളം ക്യാമറകൾ പകർത്തുന്നുണ്ടെന്ന് കള്ളനും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം 3-ാം തവണയും മുഖം തോർത്തുകൊണ്ട് മറച്ചതിന് ശേഷമുള്ള കള്ളന്റെ മോഷണ വിളയാട്ടം. വെളുപ്പിന് ക്ഷേത്രം കഴകൻ ജീവനക്കാരിയായ ബേബി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കാണിക്കവഞ്ചി പുറത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാനൊരു 5:45 ഇവിടെ വന്ന് പൂവും കൊണ്ടുവച്ചിട്ട് അമ്പലത്തിനൊരു വലത്തിട്ട് ആ പടിഞ്ഞാറ് വശത്ത് നിന്നപ്പോഴത്തേക്ക് വഞ്ചി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പേടിച്ചു. ഇത് തിരിച്ച് ഇതിലിവിടെ വന്നു. അപ്പോൾ പോയിട്ട് ഇനി എത്തിയില്ല, മേലിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. ഞാൻ ചെന്ന് അവിടെ നിന്നൊരു ഫോൺ വാങ്ങിച്ച് സബ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ച് പറഞ്ഞ് പോയിട്ട് ഞാനിവിടെ വന്നു. ഞാൻ ഒന്നുകൂടെ നോക്കി. പിന്നെ കമ്മിറ്റി അറിയിച്ച് അവരൊക്കെ വന്നു, പോലീസ് വന്ന് പൂജ ചെയ്ത്. മോഷണ വിവരം അറിഞ്ഞ് കല്ലമ്പലം പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. വൈകുന്നേരത്തോടുകൂടി പോലീസിന്റെ സയന്റിഫിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നാവായിക്കുളം സബ് ഡിവിഷന്റെ കീഴിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ക്ഷേത്രമാണ് ഇത്. സബ് ഡിവിഷന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് ജീവനക്കാർ എത്തി കാണിക്കവഞ്ചി തുറന്ന് പണം ശേഖരിക്കുന്ന ദിവസവും സമയവും ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്താറുണ്ട്. അത് കണ്ടു തന്നെയാവണം കാണിക്കവഞ്ചി തുറക്കുന്നതിന് 2 ദിവസം മുമ്പ് കള്ളൻ ഇവിടെ 3-ാം തവണയും മോഷണം നടത്തുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ വർഷം തന്നെ ഇതിനു മുമ്പ് 2 തവണ മോഷണം നടത്തിയപ്പോഴും കല്ലമ്പലം പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ച് പോയതല്ലാതെ മോഷ്ടാവിനെ പിടികൂടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചില്ല എന്നും ക്ഷേത്ര ജീവനക്കാർ ആരോപിച്ചു. 20-ാം തീയതി വെളുപ്പിന് 2 മണിയൊക്കെയാണ് ഈ മോഷണം നടക്കുന്നത്. ഇവിടെ കഴകം 5:45 എത്തിയും കഴകമാണ് ഇത് ആദ്യം കാണുന്നത്. അതിനുശേഷം പോറ്റി വിളിച്ച് നമ്മളെ അറിയിക്കുകയും ചെയ്തു. എല്ലാവരും വന്ന് കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും വന്നപ്പോഴത്തേക്ക് വന്നിട്ട് നമ്മൾ CCTV ഉണ്ട്, അത് പരിശോധിച്ചപ്പോഴത്തേക്ക് അകത്ത ആളെ ഇറങ്ങിയിട്ട് വഞ്ചി വെളിയിലോട്ട് കൊണ്ടുപോയി പൊട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ 3-ാമത്തെ തവണയാണ് ഈ വർഷം ഈ മോഷണം നടക്കുന്നത്. ഏകദേശം നല്ലൊരു 10-30,000 രൂപയെങ്കിലും ഒരു മാസം വഞ്ചി വരുമാനമുള്ളൊരു അമ്പലമാണ്. അതുകണക്കിന് നാവായിക്കുളം ഗ്രൂപ്പിൻ്റെ കീഴിലെ ഏറ്റവും വലിയ വരുമാനമുള്ളൊരു അമ്പലമാണ്. 1-ാം സ്ഥാനത്താണ്. പോലീസ് വരികയും അതിനുള്ള നടപടിയെല്ലാം ഫിംഗർ പ്രിൻറ്റും ഡോഗ് സ്ക്വാഡും എല്ലാം എത്തിയത് നന്ദി തന്നെ എത്തി. ആ ദൃശ്യത്തിൽ കണ്ടതും പ്രകാരം ആ ഒരാൾ തന്നെയാണെന്നുള്ളതാണ്. മുഖം മറച്ചിരിക്കുന്നത് കൊണ്ട് മുഖം അറിയത്തില്ല. മൂന്നാമത്തെ തവണയാണ് നടക്കുന്നത്. ആളിന്റെ കഴിഞ്ഞ തവണയും ഇപ്പോൾ കയറിയ ആൾ തന്നെയാണ്
CCTV-യിൽ ദൃശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ തവണ കയറിയതും ഇപ്പോൾ കയറിയതും ഒരാൾ തന്നെയാണ്. ബീക്കൺ ന്യൂസ്, വർക്കല.